പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കുർബാന കഴിഞ്ഞ് എല്ലാരും വീട്ടിലെത്തി. നീ എന്നതാടി പ്രാർത്ഥിക്കുന്നേ? ഡീ, ഇത്തവണ ക്രിസ്മസിനെങ്കിലും എൻ്റെ മക്കളെല്ലാം ഒന്ന് വരണേന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു. അവരൊന്നും ഇല്ലേലും നിനക്ക് എന്നതാടി ഒരു കുറവ്? ബംഗ്ലാവ് പോലൊരു വീട്, എല്ലാം നോക്കി നടത്താൻ ജോലിക്കാരി, പൈസയ്ക്ക് പൈസ. നീ എന്നെ നോക്ക്. പൈസയ്ക്ക് പൈസ. മക്കളുടെ കൂടെ ജീവിക്കുന്ന നിനക്കതൊന്നും മനസ്സിലാവില്ല. ഓ പിന്നെ നിനക്കറിയാഞ്ഞട്ടാ. പോത്തുപോലെ 3-4 മക്കളുണ്ടായിട്ട് എന്തിനാ? അവനവന്റെ വിഷമവും കഷ്ടപ്പാടും ഒക്കെ അവനവൻ തന്നെ താങ്ങണം. ആ, ഒരു തരത്തിൽ നോക്കിയാ അതും ശരിയാ. നിന്റെ പ്രാർത്ഥന ദൈവം കേട്ടാൽ ഇത്തവണ അവര് വരികയും ചെയ്യും. പോകുമ്പോ നിന്നെയും കൊണ്ട് അവരങ്ങ് പറക്കുകയും ചെയ്യും, അല്ലയോ? അപ്പൊ പിന്നെ എനിക്കൊന്നും മിണ്ടാനും പറയാനും ഇവിടെ ആരടിയുള്ളത്? അങ്ങ് വിദേശത്തോട്ടൊക്കെ വിളിക്കാൻ ഒത്തിരി കാശാവത്തില്ലയോ? നിനക്ക് മുഴുത്ത വട്ട. ഞാനും ഒരു വിദേശത്തോട്ടും പോകത്തില്ല. ഇവിടെ സിസിലിയുടെ അടുത്ത് ചെന്ന് നിൽക്കാൻ പറഞ്ഞ് അവൾ എപ്പോഴും വിളിക്കും. മക്കളെ കെട്ടിയുണ്ടാക്കിയ ബംഗ്ലാവാണേലും പള്ളി പോയായിരിക്കും അല്ലേ? എടാ, ഹെൽമെറ്റ് ഇട്ടച്ച് പോടാ. അങ്ങോട്ട് പോലും പോയി 2 ദിവസത്തിൽ കൂടുതൽ ഞാൻ നിൽക്കത്തില്ല. എന്താണെന്ന് അറിയത്തില്ല. ഷോ, ഇന്നും ചക്കൻ പത്രം വെളിയിലിട്ടു. ഇവിടെ കിടന്നാലേ എനിക്ക് ഉറക്കം വരത്തുള്ളൂ. പിന്നെ ആ സായിപ്പന്മാരുടെ നാട്ടിലേക്ക്. ആ, അത് പറഞ്ഞപ്പോഴാ സിസിലി ഇത്തവണ വരത്തില്ലയോടി? ആ, ആർക്കറിയാം, വരുമായിരിക്കും. എടിയേ, വാടി, ഒന്ന് കേറിച്ചു പോകാടി. രാവിലെ പശുവിന് വെള്ളം പോലും കൊടുക്കാതെയാ പള്ളിയിലോട്ട് പോന്നെ. എനിക്ക് രാവിലെ ആദ്യത്തെ ആ കുർബാന കൂടിയാലേ തൃപ്തി കിട്ടത്തുള്ളൂ. അമ്മച്ചേരിന്ന് താമസിച്ചേ? കുർബാന കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയിട്ട് കുറെ സമയമായല്ലോ. ഞാൻ വഴിയിലെങ്ങാനും വീണ് തട്ടിപ്പോയെന്ന് ഓർത്തോ നീ? ഈ അമ്മച്ചേടെ ഒരു കാര്യം, വായിന്ന് നല്ലതൊന്നും വരത്തില്ലയോ? അതെങ്ങനെയാ? മക്കൾ നല്ലൊരു മൊബൈൽ വാങ്ങി തന്നാ അത് കൊണ്ടുപോകുകയല്ലോ എവിടെ പോയാലും. എനിക്ക് ആ കുന്തോ എടുത്തോണ്ട് നടക്കുന്നതേ ഇഷ്ടമല്ല. അമ്മച്ചിക്ക് അത് പറയാം, വഴക്ക് കേൾക്കുന്ന മൊത്തം ഞാനല്ലേ. എടിയേ, ഇത്തവണ ക്രിസ്മസിനെങ്കിലും എൻ്റെ മക്കൾ ഈ അമ്മച്ചിയെ കാണാൻ വരണേന്ന് മുട്ടിപ്പായി പ്രാർത്ഥിക്കുമായിരുന്നു ഞാൻ. എന്നാ പിന്നെ അമ്മച്ചിക്ക് അത് കുർബാനയ്ക്കിടയ്ക്ക് അങ്ങ് പ്രാർത്ഥിച്ചാൽ പോരായിരുന്നോ? അത് കഴിഞ്ഞ് വെറുതെ സമയം കളയണമായിരുന്നോ? അതെങ്ങനാടി? കുർബാന കർത്താവിന്റെ ബലിയർപ്പണം അല്ലയോ? അതിനിടയിൽ എവിടെയാ നമ്മുടെ കാര്യം? ഓ, നിനക്കിതൊന്നും അറിയണ്ടല്ലോ. അവര് വരുമ്പോ നീ നിന്റെ വീട്ടോട്ട് പോകുന്നല്ലേ പറഞ്ഞേ? അതിനവര് വന്നാ പിന്നെ അമ്മച്ചിക്ക് എന്നെ വേണ്ടല്ലോ. പിന്നെ അടുക്കള ഭരിക്കാൻ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. പിന്നെന്താ? ഉവ്വ ഉവ്വ, വിസ്തരിക്കാതെ ആ ചായ ഇങ്ങെടുത്തോണ്ട് വാ. ഇപ്പൊ കൊണ്ടുവരാ. ആ ചേച്ചി. ഡീ, എന്നാ ഉണ്ടടി? ഒന്നുമില്ല ചേച്ചി, ഞാൻ അടുക്കളയിൽ ഇച്ചിരി പണിയിലായിരുന്നു. ജോയിച്ചൻ ഇന്ന് പോയില്ല, ഇവിടെ ഉണ്ട്. ഞാൻ ചായ ഇടുവാ. അവിടെ എന്നാ ഉണ്ട് ചേച്ചി വിശേഷം? ഓ, ഇവിടെ ഒന്നുമില്ലടി. നമ്മുടെ നാട്ടിൽപോക്കിന്റെ കാര്യം ചോദിക്കാനാ ഞാൻ വിളിച്ചേ. ആ, നമ്മൾ ഒരുമിച്ചല്ലേ വീട്ടിലോട്ട് പോകുന്നേ? ആ അതെ, അങ്ങനെയല്ലേ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നേ. നിങ്ങൾ 2 ദിവസം മുമ്പേ അങ്ങ് എത്തിച്ചേരുന്നല്ലേ പറഞ്ഞേ? അതെ. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നിന്റെ വീട്ടിലേക്ക് പോ. ഓക്കേ. എന്നിട്ട് അപ്പച്ചനും അമ്മച്ചിയും ഒക്കെ കാണ്. അപ്പോഴേക്കും ഞങ്ങൾ അങ്ങ് എത്തുമല്ലോ. എന്നിട്ട് ഒരുമിച്ച് പോകാം. അത് തന്നെയാ ജോയിച്ചനും പറയുന്നേ. അപ്പൊ ചേച്ചി എപ്പോഴാ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നേ? അത് ഞാൻ അവിടെ പോയിട്ട് പോകാമെന്നാ വിചാരിക്കുന്നേ. ചേച്ചി
എന്നാടി ഞാൻ പിന്നെ വിളിക്കാം. ആ ഓക്കെ ചേച്ചി. ആരാ? അത് ഞാൻ അനീറ്റയെ ഒന്ന് വിളിച്ചതാ. നമ്മൾ ഒരുമിച്ചല്ലേ നാട്ടിൽ പോകുന്നേ? അങ്ങനെ മതി, പോരെ? ആ മതി. ഹായ്, ഇതാരൊക്കെയാ? അമ്മച്ചിയുടെ മക്കളിങ്ങ് വന്നേ. എന്നെ ഉണ്ട് മക്കളെ വിശേഷം? ആരൊക്കെയാ വന്നിരിക്കുന്നേ? അമ്മച്ചി. മോനെ ജോസൂട്ടാ. ആ മോനെ, സുഖമായിട്ടിരിക്കുന്നോ? യാത്രയൊക്കെ സുഖമായിരുന്നു. യാത്ര ക്ഷീണമൊന്നും ഇല്ലല്ലോ? ഓക്കെയാണ്. വാ വാ അമ്മച്ചി. മോളെ, എത്ര നാളായി? ജോയിക്കുട്ടി. അപ്പച്ച സുഖാണോ? വന്നില്ലേ? അവള് രാത്രിയിൽ എത്തുള്ളൂന്നേ. വാ അമ്മച്ചി, ദേ സിസിലി വന്നു. എടി സിസിലി. റോസി, സുഖാണോ നിനക്ക്? ആഹാ അമ്മച്ചി മോളെ, സുഖാണോ? അമ്മച്ചി പോടാ അമ്മച്ചി. റോയിച്ചായ, റോസിലി എന്തൊക്കെയുണ്ട്? വാ വാടാ. എടി അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞിട്ട് തടിച്ചു ചേർത്ത് പയറ് പോലെ ഇരിക്കുന്നല്ലോടി. അമ്മച്ച കളിയാക്കാതടാ, ഇതൊക്കെ നീരല്ലയോ? ചുമ്മാ കേറി വാണ മക്കളെ. വാ വാ മക്കളെ, കേറ്. ബത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമാ നീലരാവിൽ പുൽത്തൊഴുത്തിലൊരു ദിവ്യ താരകം വന്നുദിച്ചുവല്ലോ. ബത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു പെയ്യുമാ നീലരാവിൽ പുൽത്തൊഴുത്തിലൊരു ദിവ്യ താരകം വന്നുദിച്ചുവല്ലോ. വാനിൽ മാലാഖമാരണി ചേർന്നു അവർ ഒരു മനമോടെ പാടി. അത്യുന്നതങ്ങളിൽ സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി. വാനിൽ മാലാഖമാരണി ചേർന്നു അവർ ഒരു മനമോടെ പാടി. അത്യുന്നതങ്ങളിൽ സ്തോത്രം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തി. രാജാധിരാജൻ യേശുവിഭൂവിൽ വന്നു പിറന്നത് പാപികൾക്കായി. രാജാധിരാജൻ യേശുവിഭൂവിൽ വന്നു പിറന്നത് പാപികൾക്കായി. ഹൃദയമാം പുൽക്കൂടതിൽ മുങ്ങി പിറന്നൊരീ നീലരാവിതിൽ. ഹൃദയമാം പുൽക്കൂടതിൽ മുങ്ങി പിറന്നൊരീ നീലരാവിതിൽ. ചങ്കോട് ചങ്കായ ഉണ്ണിയോട് ചേർന്ന് പാടാൻ ഗ്ലോറിയ ഗ്ലോറിയ ഹല്ലേലൂയ ഹല്ലേലൂയ ഗ്ലോറിയ ഹല്ലേലൂയ. ബത്ലഹേമിലെ താഴ്വരയിൽ മഞ്ഞു
മഞ്ഞു പെയ്യുമാ നീലരാവിൽ ഉൾത്തൊഴുത്തിലൊരു ദിവ്യ താരകം വന്നുദിച്ചുവല്ലോ. അന്നാമോ ഇച്ചായ എന്നാടി വല്ല സ്വപ്നം കണ്ടോ? അടി 2 ദിവസം കഴിഞ്ഞ ക്രിസ്മസ് അല്ലേ അടി? നീ ഇങ്ങനെ പാലോട് തുടങ്ങല എങ്ങനെയാ? അവരൊക്കെ ഇത്തവണെങ്കിലും വരുമായിരിക്കും അല്ലേ ഇച്ചായ? ഓ, നീ ആരുടെ കാലായി പറയുന്നത്? നമ്മുടെ മക്കളും മരുമക്കളും പേരക്കുട്ടികളും അല്ലാതെ ആരുടെ കാര്യമാ ഇത്? ഞാൻ ഒരു കാര്യം എടി, നിനക്ക് വേറെ ജോലിയൊന്നുമില്ലേ? അവരെങ്ങും വരാൻ പോകുന്നില്ല. അവർക്കെല്ലാം വലിയ തിരക്കല്ലേ. എപ്പോൾ വിളിച്ചാലും അടുത്ത ക്രിസ്മസിന് വരാമെന്ന് പറയും. ക്രിസ്മസ് കഴിയുമ്പോൾ അവർ ഓരോ ഒഴിവുകൾ പറഞ്ഞ് ഒഴിവാകും. ഇതല്ലേ പതിവ്? അങ്ങനെയല്ല ഇച്ചായ, ഇത്തവണ അവർ വരും. എന്റെ മനസ്സ് പറയുന്നു. നിനക്ക് വട്ട. ഇച്ചായനൊരു കാര്യം ചെയ്തേ, ആ ഫോൺ എടുത്ത് അവരെ ഒന്ന് വിളിച്ചു തന്നേ. ഞാൻ സംസാരിച്ചോളാം മക്കളോട്. ഓ, എന്നെ കൊണ്ടും വയ്യ. നീ തന്നെ അങ്ങ് വിളി. ഫോൺ എടുത്ത് നമ്പർ കുത്താൻ കണ്ണ് കാണത്തില്ലെന്നേ. പോ. ഹോ, ഓ, എന്നാ ജോസ ബലടിക്കുന്നുണ്ട്. മോനെ ജോസൂട്ടനാണോടാ? അതെ അമ്മച്ചി. എന്നാ ഉണ്ടോ അമ്മച്ചി വിശേഷം? ഓ, എന്നാ വിശേഷോടാ മോനെ? മോൻ എപ്പോഴാ വരിക? ക്രിസ്മസ് അല്ലേ? ഈ ക്രിസ്മസിന് നിങ്ങളൊക്കെ വരുമെന്ന് കാത്തിരിക്കുവോ അമ്മച്ചി? സോറി അമ്മച്ചി, ഈ ഒരു വർഷം കൂടെ അമ്മച്ചി ഒന്ന് ക്ഷമിക്ക്. ഞാനൊരു ബിസിനസ് യാത്രയില്ല. ന്യൂ ഇയർ കഴിഞ്ഞേ തിരിച്ചു വരൂ. അടുത്ത ക്രിസ്മസിന് ഞങ്ങൾ എന്തായാലും അവിടെ ഉണ്ടാവും. ആ പിന്നെ അമ്മച്ചി, ക്രിസ്മസ് ചെലവിനുള്ള പൈസ ഞാൻ അയച്ചിട്ടുണ്ട് കേട്ടോ. എന്നാ പിന്നെ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ഞാൻ പിന്നെ വിളിക്കാം അമ്മച്ചി. ഡ്രൈവിംഗില്ല. അവര് വരത്തില്ല. എന്തോ ടൂറിനെങ്ങാണ്ട് പോയിന്ന്. ഞാൻ പറഞ്ഞില്ലേ നിന്നോട് അവരെങ്ങും വരത്തില്ലെന്ന്? അപ്പൊ നീയല്ലേ പറഞ്ഞത്? ജോയിക്കുട്ടിയെ കൂടി ഒന്ന് വിളിച്ചു തരുമോ? കാനഡ മടുത്തെന്നും നാട് കാണാൻ കൊതിയാവുന്നെന്നും ഒക്കെ എപ്പോഴും വിളിക്കുമ്പോൾ അവൻ പറയും. അവരെന്തായാലും ഇത്തവണ വരാതിരിക്കില്ല. ആ ഹലോ മോനെ ജോയിക്കുട്ടി. ഹലോ അമ്മച്ചി. മോനെ ക്രിസ്മസിന് വരുമല്ലോ അല്ലേ? അതെ അമ്മച്ചി, ഇത്തവണ വരാൻ പറ്റത്തില്ല. വരാൻ വേണ്ടി തന്നെയായിരുന്നേ. ഇവിടെ മടുത്ത അമ്മച്ചി. എത്ര കാലായി നാടും നാട്ടിലെ ആഘോഷങ്ങളും ഒക്കെ കൂടാൻ പറ്റാതെ. എല്ലാം റെഡിയായി വന്നപ്പോഴാ കഴിഞ്ഞ ആഴ്ച ഇവിടെ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സൂപ്പർവൈസർക്ക് പെട്ടെന്നൊരു അറ്റാക്ക് വന്നിട്ട് നാട്ടിലേക്ക് കൊണ്ടുപോയത്. പകരം ഒരുത്തിനുള്ളത് നാട്ടിലാ. അവനാണ് ക്രിസ്മസ് കഴിഞ്ഞേ വരൂന്ന്. അവൻ വന്നാലേ എനിക്ക് ലീവ് കിട്ടൂ. പക്ഷെ ക്രിസ്മസ് കഴിഞ്ഞ് വന്നിട്ട് എന്തിനാ? ചുമ്മാ വിമാന ടിക്കറ്റ് കളയാന്നല്ലാതെ. അതാണ് ഇപ്പൊ മുടിഞ്ഞ ടിക്കറ്റ് ചാർജ് വേണം. അതുകൊണ്ട് ഞാൻ ലീവ് അങ്ങ് ക്യാൻസൽ ചെയ്തു. ഇനി അടുത്ത തവണ എങ്ങാനും വരാം. അല്ല, അമ്മച്ചിയുടെ മുട്ടുവേദന കുറവുണ്ടോ? കുഴമ്പോ മരുന്നുമൊക്കെ മുടങ്ങാതെ പുരട്ടുന്നില്ലേ? സൂക്ഷിക്കണം കേട്ടോ. നാളെയോ മറ്റന്നാളോ അമ്മച്ചിക്ക് ഞാൻ കുറച്ച് കാശ് അയച്ചേക്കാം. വേറെ ഒന്നുമില്ല അമ്മച്ചി. എന്നാ പിന്നെ ഞാൻ ക്രിസ്മസിന്റെ അന്ന് വിളിക്കാം കേട്ടോ. ആ സിസിലിയെ കൂടി ഒന്ന് വിളിച്ചതാ. ഓ, ജോയിക്കുട്ടിയും വരത്തില്ല അല്ലയോ?
ഇങ്ങ് താ. കോട്ടയത്തുകാർക്ക് എന്തായാലും ട്രെയിൻ കിട്ടാതിരിക്കത്തില്ല. ആ അമ്മച്ചി. എന്നാ ഉണ്ട് അമ്മച്ചി വിശേഷമൊക്കെ? സുഖായിരിക്കുന്നോ? ഓ എന്നാ സുഖമാടാ. 3-4 മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്തിനാ? ആണ്ടിലൊരിക്കലും പ്രായമായ കാരണവന്മാരും ഒന്ന് തിരിഞ്ഞു നോക്കാൻ ആളില്ലല്ലോ. അവരോ അങ്ങ് വിദേശത്താന്ന് വെക്കാം. ഈ കേരളത്തിൽ കിടക്കുന്ന നിങ്ങൾക്ക് നേരമില്ലല്ലോ. അമ്മച്ചിക്ക് അറിയാലോ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ അവക്ക് കൊടുക്കാം. സിസിലിയേ, സിസിലേ. ഓ എന്നതാ ഇത്? എന്റെ ഒരു കാര്യം ദോ വരുന്നു. ദേടി അമ്മച്ചി വിളിക്കുന്നു. ആ അമ്മച്ചി, എന്നുണ്ട് അമ്മച്ചി വിശേഷം? ഓ എന്നാ വിശേഷം? നിനക്കൊന്നും ഒന്ന് വിളിക്കാനോ വരാനോ ഒന്നും നേരമില്ലല്ലോ. ചത്തോ ജീവിച്ചിരിപ്പുണ്ടോന്ന് അറിയണേൽ ഞാൻ അങ്ങോട്ട് വിളിക്കണം. അമ്മച്ചി, അമ്മച്ചിക്ക് അറിയാലോ ഇവിടുത്തെ കാര്യങ്ങള്. നിന്ന് തിരിയാൻ നേരമില്ല. റോയിച്ചാന്റെ കച്ചവടവും കാര്യങ്ങളും പിള്ളേരുടെ പഠിത്തവും സൺഡേ സ്കൂൾ എല്ലാം കൂടി ഒന്നിന് നേരമില്ല അമ്മച്ചി. അല്ലാതെ അമ്മച്ചിയെ കാണാൻ ഇഷ്ടമില്ലാഞ്ഞിട്ടൊന്നും അല്ല. അപ്പോ ഈ ക്രിസ്മസിന് നിങ്ങൾ വരത്തില്ലയോ? അത് അമ്മച്ചി, ചെറിയൊരു പ്രശ്നമുണ്ട് അമ്മച്ചി. ക്രിസ്മസിനോടനുബന്ധിച്ചേ പള്ളിയിൽ ഏതാണ്ട് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിലേതാണ്ട് നാടകത്തിൽ കർത്താവിൻ്റെ വേഷം ഇടുന്നതേ അവനാ, പ്രിൻസ്. അവളാണേ ഡാൻസിനോ പാട്ടിനോ ഒക്കെ ചേർന്നിട്ടുമുണ്ട്. മാത്രമല്ല റോയിച്ചൻ ഈ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉള്ളതുകൊണ്ടേ പള്ളിയിലൊരു പരിപാടി നടക്കുമ്പോൾ മാറി നിൽക്കാൻ ഒക്കെയല്ല അമ്മച്ചി. അതും പോരാത്തതിന് ഇച്ചായൻ്റെ അപ്പച്ചനും അമ്മച്ചി ഇങ്ങോട്ട് വരുന്നുണ്ടെന്നാണ് കേട്ടത്. അമ്മച്ചി വിഷമിക്കണ്ട. എന്തായാലും ക്രിസ്മസ് കഴിഞ്ഞ് ഒരു ദിവസം സൗകര്യം പോലെ ഞങ്ങൾ അങ്ങോട്ട് വരുന്നുണ്ട്. അമ്മച്ചിക്ക് വല്ല പൈസയുടെ ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ റോയിച്ചനെ കൊണ്ടിടി. ഓ വേണ്ട, എനിക്ക് ആ പെൻഷൻ കാശ് കിട്ടുന്നുണ്ടല്ലോ. പിന്നെ പോരാത്തതിന് അവന്മാരും തരുന്നുണ്ട്. അമ്മച്ചിക്ക് എന്തിനാടി വയസ്സാം കാലത്ത് കാശ്? നീ ഫോൺ വെച്ചോ, എനിക്കൊന്ന് കിടക്കണം. നമ്മുടെ ജോമോനെ കർത്താവ് നേരത്തെ അങ്ങ് വിളിച്ചു. അല്ലായിരുന്നതിൽ അവനുണ്ടായേനെ എനിക്ക്. അവന് ഞാനെന്ന് പറഞ്ഞ ജീവനായിരുന്നു. ഞാൻ അറിയത്തില്ലായിരുന്നോ? പോട്ടടി, നിനക്ക് ഞാനും എനിക്ക് നീയുമില്ലേ? അതുപോലടി. അന്നമ്മേ, അമ്മച്ചിയുടെ പിറക്കാതെ പോയ മകൻ. അമ്മച്ചി പോരുന്നോ എന്റെ കൂടെ? എങ്ങോട്ട്? അങ്ങ് പറുദീസായിലേക്ക്. അവിടെ എന്റെ വലതുഭാഗത്ത് അമ്മച്ചിയെ ഞാൻ ഇരുത്താം. എന്റെ ഇച്ഛായൻ എവിടെ? അവിടെ ഇച്ഛായ, നാളെ ക്രിസ്മസ് ആണ്. ആരുമില്ല, ആരും. അമ്മച്ചി, വർഷം 7 ആയില്ലേ അപ്പച്ചൻ പോയിട്ട്? അമ്മച്ചി കൊണ്ടുപോകാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അമ്മച്ചിക്ക് പോവണ്ടേ ഇച്ചായൻ്റെ അടുത്തേക്ക്? അലക്സ് ചായൻ അവിടെ കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയതമയ്ക്ക് വേണ്ടി. വാ, നമുക്ക് പോകാം. മോനെ, ഞാൻ വരുന്നില്ല. എന്റെ മക്കൾ വരും. ഞാൻ താലോലിച്ചു വളർത്തിയ എന്റെ മക്കൾ. അവരോടൊപ്പം എനിക്ക് ക്രിസ്മസ് കൂടണം. അമ്മച്ചി, അവർ വരില്ല. അവർ പണം സമ്പാദിക്കാനുള്ള നെട്ടോട്ടത്തിലാണ്. അല്ല, അവർ വരും. ഈ അമ്മച്ചിയെ കാണാൻ എന്റെ മക്കൾ വരും.
മോനെ ഒരു കാര്യം കാണണോ? വാ. ഇതാ ഇത് കണ്ടോ, ഇത് കണ്ടോ, ഇത് കണ്ടോ? എന്റെ പേരക്കുട്ടികൾക്കുള്ളതാ. അവർ വരുമ്പോ ഇതെല്ലാം എനിക്ക് കൊടുക്കണം. പിന്നെ ഞാൻ എങ്ങനെയാ നിന്റെ കൂടെ വരുന്നത്? സെന്റിമെന്റ്സ് കൊണ്ട് അമ്മച്ചി എന്നെ കുഴപ്പിക്കുമല്ലോ. പക്ഷെ അമ്മച്ചി ഇവിടെ ഒറ്റയ്ക്ക് ടേച്ച് പോകാൻ എനിക്കാവില്ലല്ലോ. കൊണ്ടുപോയേ തീരൂ. ഇത് എഴുതപ്പെട്ട തിരക്കഥയാണ് അമ്മച്ചി. അമ്മച്ചിയുടെ മാത്രമല്ല, ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങളുടെയും തിരക്കഥ എൻ്റെ കയ്യിലുണ്ട്. ഇനി അതൊരിക്കലും തിരുത്തി എഴുതാൻ കഴിയില്ല അമ്മച്ചി. സമയമായി. വാ, നമുക്ക് പോകാം. മോനെ ഒരു മിനിറ്റ്. ദേ നോക്ക്, വെള്ളയപ്പവും താറാവ് റോസ്റ്റും ജോസ്മോന് ഭയങ്കര ഇഷ്ടമാ. ഞാൻ ഇത് ഉണ്ടാക്കി കൊടുത്താ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട. എന്തൊരു കൈപ്പുണ്യം. മക്കൾക്ക് ഇതിനുള്ള യോഗമില്ലല്ലോ അമ്മച്ചിയെ. ഞാൻ പണ്ട് അലക്സ് ചായന്റെ മണവാട്ടിയായി ഈ വീട്ടിൽ വന്ന് കയറുമ്പോ ഇച്ചായന്റെ അമ്മച്ചി എനിക്ക് തന്നതാ. ഇത്രയും കാലം എന്നെ സംരക്ഷിച്ചത് ഇതാ. എനിക്കെന്നും തുണയാതെ ഈ വിശുദ്ധ ഗ്രന്ഥമാ. പോരുമ്പോ ഇതുകൂടി ഞാൻ എടുത്തോട്ടെ മോനെ. അമ്മച്ചി പോകാം. ആരും കാണുന്നില്ലല്ലോ. വാ കയറി നോക്കാം. മോനെ ഇതൊന്ന് പിടിച്ചടാ. ചേട്ടാ ഒന്ന് കയറിയിട്ട് വരട്ടെ. ആ അമ്മച്ചി നല്ല ഉറക്കാടാ. എത്ര ശബ്ദം കേട്ടിട്ട് അമ്മച്ചി അമ്മച്ചി അറിഞ്ഞില്ല. അമ്മച്ചി 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 അമ്മച്ചി